നമസ്കാരം. കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിലും കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലയളവിൽ നടത്തി വന്നിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഇനി നടപ്പിലാക്കാൻ വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഭാവി പദ്ധതികളുമെല്ലാം അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ കേരള വിഷൻ ന്യൂസിന്റെ എൻ്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ബേഡടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ എം, എറണാകുളം ജില്ലയിലെ എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് എന്നിവരാണ്. എൻ്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ ബേഡുടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കുമെല്ലാമാണ് നമ്മൾ ആദ്യം പോകുന്നത്. സ്വരാജ് ട്രോഫിയും അതുപോലെ തന്നെ നവകേരള പുരസ്കാരവും അടക്കം നിരവധി പുരസ്കാരങ്ങൾ തുടർച്ചയായി കൈക്കലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് ബേഡുടുക്ക പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ സാംസ്കാരിക കായിക രംഗത്തും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിലാക്കി വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീമതി ധന്യ. നമസ്കാരം. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ ബേഡടുക്ക പഞ്ചായത്തിൽ നടപ്പിലാക്കി വന്നിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും അതുപോലെ തന്നെ ഇനി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ, അത്തരത്തിൽ ഈ ഒരു 5 വർഷ കാലയളവിലെ പ്രവർത്തനങ്ങളെ പദ്ധതികളെ ഒന്ന് വിശകലനം എങ്ങനെ വിലയിരുത്താനാകും? ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ കഴിഞ്ഞ 5 വർഷവും ഏറ്റവും മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ മാലിന്യ മുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് 2018 തന്നെ, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഹരിതകർമ്മസേന, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഹരിതകർമ്മസേന തുടങ്ങാനും അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നവകേരള പുരസ്കാരം 2021 നവകേരള പുരസ്കാരം ലഭ്യമായിട്ടുള്ളത്. 2 ലക്ഷം രൂപയും അവാർഡുമാണ് അതിന് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഓരോ മേഖലയിലും, കാർഷിക മേഖലയിലാണെങ്കിലും ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന രീതിയിലും സാംസ്കാരിക കലാ മേഖലയിലാണെങ്കിലും ഒക്കെ വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് കുറ്റ്യാടി തെങ്ങിനം പോലെ തന്നെ വേടകം തെങ്ങ് കാർഷിക ഗവേഷണ കോളേജ് CPCRIയുടെ സഹായത്തോടു കൂടി ഏറ്റവും ഉൽപാദന ശേഷിയുള്ള തെങ്ങിനമാണെന്ന് കണ്ടെത്തുകയും അതിനുവേണ്ടി നൂതന പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ഒക്കെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇന്ന് വേടകൻ തെങ്ങിന്റെ നഴ്സറി ഉണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ സഹായിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിനകത്ത് കാർഷിക കർമ്മസേനയുണ്ട്. കൃഷിക്കാർക്ക് ഇന്ന് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നെൽവയലുകൾ കൃഷി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മുടെ കാർഷിക കർമ്മസേന സജ്ജമാവുകയും അവർക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങൾ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുകയും ഇന്ന് ഞാറ്റടികളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്തെ മിക്ക പാടശേഖരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ നമ്മുടെ കാർഷിക കർമ്മസേനക്ക് സാധിക്കുന്നുണ്ട്. 4 വർഷം തുടർച്ചയായി മികച്ച പഞ്ചായത്തിനുള്ള ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി 4 വർഷം നേടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ നവകേരള പുരസ്കാരം, അത്തരത്തിൽ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പുരസ്കാരങ്ങൾക്ക് അർഹമായ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ് ബേഡടുക്ക പഞ്ചായത്ത്. ഇത്തരത്തിലുള്ള ഒരു നേട്ടം എങ്ങനെയാണ് ഈ പഞ്ചായത്തിന് കൈവരിക്കാനായത്? മറ്റ് നേട്ടങ്ങൾ എന്തെല്ലാമാണ് ഈ ഒരു ഭരണ കാലയളവിൽ നേടിയെടുത്തത്? മികച്ച ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് അവാർഡ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന സ്കോർ, അത് കണക്കിലാക്കിയിട്ടാണ് നമുക്ക് സ്വരാജ് ട്രോഫി പ്രഖ്യാപിക്കാറുള്ളത്. അത് നമുക്ക് ജില്ലയിലെ മികച്ച ആദ്യത്തെ പഞ്ചായത്തായിട്ടും രണ്ടാമത്തെ പഞ്ചായത്തായിട്ടും തുടർച്ചയായിട്ട് നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ലെവലില്
നമ്മുടെ സംസ്ഥാനത്ത് 941 പഞ്ചായത്ത് ഉണ്ട് എങ്കിലും നമ്മുടെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നിന്ന് തന്നെ 8 പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തപ്പോൾ അതിലൊന്നാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മള് ഡൽഹിയിലും അതുപോലെ തന്നെ പൂനെയിലും വെച്ച് നടന്ന തദ്ദേശ പഞ്ചായത്ത് രാജ് നാഷണൽ പഞ്ചായത്ത് രാജ് അവാർഡിന്റെ ചടങ്ങിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നീട് മനോരമ കളിക്കൂട്ടം ചലഞ്ച്, ഇപ്പം ഈ കായിക മേഖലയിൽ നമ്മുടെ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ യുവജനങ്ങളെയൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ട് ഗെയിം ഇനങ്ങൾ, അതായത് ഫുട്ബോള്, വോളിബോള്, ഷട്ടിൽ തുടങ്ങിയ എല്ലാ പരിശീലനങ്ങളും നൽകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും അവസാനം നമ്മളൊരു ഗെയിംസ് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നടത്തിയ B7 സോക്കർ ഏറ്റവും ശ്രദ്ധേയമാണ്, സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം ലഹരിയുടെ ഒരു വലിയ പ്രയാസത്തിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം ഒക്കെ കുറക്കാൻ വേണ്ടി കളിയിടങ്ങളോടാവാം ലഹരി എന്ന തീമിൽ നമ്മുടെ എല്ലാ വർഷവും ഈ രീതിയിലേക്കുള്ള കളികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ അതിൽ നിന്ന് ലഭ്യമാവുന്ന ഫണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് പഞ്ചായത്തിലെ നിരവധിയായ ആളുകൾക്ക് ചെറിയൊരു സഹായം എന്ന രീതിയിലും നമ്മൾ നൽകി പോകാറുണ്ട്. തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ശിശു സൗഹൃദ പഞ്ചായത്താണ് എന്നുള്ളത്. അത്തരത്തിൽ സ്കൂളുകൾ അല്ലെങ്കിൽ അംഗനവാടികൾ, മാതൃശിശു സംരക്ഷണം, നവജാത ശിശുക്കളുടെ സംരക്ഷണം മുതലായ മേഖലകളിലെല്ലാം അംഗനവാടികളും ഗ്രാമപഞ്ചായത്തും വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ആ ഒരു മേഖലയിൽ പഞ്ചായത്തിനെ ശിശു സൗഹൃദമാക്കി എടുക്കുന്നതിൽ എത്രത്തോളം പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അംഗനവാടികളും അതുപോലെ തന്നെ അംഗനവാടികൾ വഴിയുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിൽ എത്രത്തോളം പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്? നമ്മുടെ പഞ്ചായത്തിനകത്ത് 38 അംഗൻവാടിയാണുള്ളത്. അതില് 22 അംഗൻവാടിയും ശിശു സൗഹൃദ അംഗൻവാടിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശിശു സൗഹൃദ അംഗൻവാടി എന്ന് പറയുമ്പോൾ പേരിന് മാത്രമല്ല, അവിടെയുള്ള അന്തരീക്ഷം, കുട്ടികൾക്ക് അനുസൃതമായ രീതിയിലേക്കുള്ള കളി ഉപകരണങ്ങൾ, പെയിന്റിങ്ങുകൾ, അതോടൊപ്പം തന്നെ അവർക്ക് കളിക്കാനുള്ള ഇടങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു സ്മാർട്ട് അംഗൻവാടിയാണ്, ശിശു സൗഹൃദ അംഗൻവാടിയാണ് നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. 38 അംഗൻവാടികൾക്കും ഭൗതിക സാഹചര്യങ്ങളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അധീനതയിലുള്ള 6 LP സ്കൂളുകളും ആ സ്കൂളുകൾക്കും അവർക്ക് അനുസൃതമായ രീതിയിലേക്കുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഒക്കെ സജ്ജീകരിച്ചുകൊണ്ട് ശിശു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നിരവധിയായ പരിപാടികളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു പോകുന്നുണ്ട്. കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ രീതിയിലും അതുപോലെ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും മറ്റെന്തെല്ലാമാണ് നടത്തി വരുന്നത്? വേടകൻ തെങ്ങ് വളരെ സവിശേഷതയുള്ള ഒരു തെങ്ങിനമാണ്. നമ്മുടെ ഈ ഒരു മലയോര ഗ്രാമപഞ്ചായത്തിനകത്ത് ഉള്ളതിന്റെ ഒരു പ്രത്യേകതയും കൂടി അതിനകത്തുണ്ട്. കൂടുതൽ വെള്ളവും വളവും ഇല്ലാതെ തന്നെ കൂടുതൽ ഉൽപാദനം നൽകുന്നു. അതിൽ കൂടുതൽ വെള്ളവും വളവും ലഭ്യമാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ ഉൽപാദനം നൽകുന്ന ഒരു തെങ്ങിനമാണെന്ന് കണ്ടെത്തുകയും അതിന്റെ മാതൃവൃക്ഷം ഉൾപ്പെടെ CPCRA കണ്ടെത്തി അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് വേടകൻ തെങ്ങ് ഇനം നമ്മൾ സംരക്ഷിക്കുന്നത്. അതിനായി മാത്രം പ്രത്യേക നഴ്സറികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതൊരു സംരംഭക വർഷമാണ്, സംസ്ഥാന സർക്കാരിന്റെ ഒരു സംരംഭക വർഷമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ സംരംഭങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംരംഭം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീ വേടെടുക്ക കുടുംബശ്രീ CDSന്റെ 360 അയൽക്കൂട്ട അംഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു FPO നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. ടീം വേടകം കുടുംബശ്രീ അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. ഈ കമ്പനിക്കകത്ത് കുടുംബശ്രീ അംഗങ്ങൾ മാത്രമാണ് ഷെയർ ഹോൾഡർമാരെ 1000 മുതൽ 50,000 വരെയുള്ള ഷെയർ എടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ വലിയൊരു സംരംഭം നമ്മൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ നമ്മുടെ കമ്പനിയുടെ കീഴിൽ വെറ്റ് വേടകം എംപവർ ടീം എന്ന പേരുള്ള വെറ്റ് ബേക്കറിയുടെ പ്രൊഡക്ഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിലെ ആകെ സ്ഥലങ്ങളിലേക്ക് കടകളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കറി പൗഡറും അതുപോലെ തന്നെ സ്പൈസസ് മറ്റ് ഇത് തുടങ്ങാൻ വേണ്ടിയുള്ള ബിൽഡിങ്ങിന്റെ പണി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൂടാതെ നിരവധി സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. 13ഓളം ആളുകൾ ജോലി ചെയ്യുന്ന അപ്പാരൽ പാർക്ക്, കാദംബരി അപ്പാരൽ പാർക്ക്, ജനകീയ ഹോട്ടല്, സഫലം കശുവണ്ടി യൂണിറ്റ്, വേടകം തുണിസഞ്ചി തുടങ്ങിയ നിരവധിയായ സംരംഭങ്ങൾ നമ്മൾ ഈ കാലയളവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇതിലൂടെ തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തേണ്ട ഒരു മേഖലയാണ് ജലമായും ബന്ധപ്പെട്ട ഈ കാർഷിക ആവശ്യങ്ങൾക്കായാലും അതുപോലെ തന്നെ ശുദ്ധജല ആവശ്യങ്ങൾക്കായാലും ജലക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്താണോ വേടെടുക്ക പഞ്ചായത്ത്? അതോടൊപ്പം തന്നെ പൊതുജലാശയങ്ങൾ സംരക്ഷിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ എങ്ങനെയാണ് നടത്തി വരുന്നത്? ജലക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്ത് തന്നെയാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് നമുക്ക് പഞ്ചായത്തിന് ഗ്രൗണ്ട് വാട്ടറിലൊക്കെ നമ്മൾ
പദ്ധതികൾക്ക് വേണ്ടി പണമടക്കുമ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴിയും പഞ്ചായത്തിന്റെ ജലസംരക്ഷണ പദ്ധതികൾ വഴിയും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിരവധിയായ കുളങ്ങളുടെ പുനരുജ്ജീവനവും അതുപോലെ തന്നെ നമ്മുടെ കല്ല് കയ്യാല, മണ്ണ് കയ്യാല തുടങ്ങിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭൂഗർഭജലം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഊന്നൽ നമ്മൾ നൽകുകയും അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടുതൽ മാറ്റം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിന്റെ ഭാഗമായിട്ട് 1ാം ഘട്ടം ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു. 2ാം ഘട്ടത്തിന്റെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ വില്ലേജിലേക്കും എല്ലാ വീടുകളിലേക്കും ആവശ്യമായിട്ട് രീതിയിലേക്കുള്ള കുടിവെള്ള വിതരണം കൂടി നടക്കും. ആരോഗ്യരംഗത്ത് പഞ്ചായത്തിന്റെ ഇടപെടലുകൾ അത് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അത്തരത്തിലുള്ള ആ ഒരു മേഖലയിലും അതോടൊപ്പം തന്നെ വയോജന സാന്ത്വന പരിചരണ സംഘങ്ങളുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പോലെ അത്തരത്തിൽ വയോജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും ആശ്വാസം അരുളുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് അടക്കമുള്ള ആരോഗ്യ മേഖലയിലെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാലിയേറ്റീവ് രംഗത്ത് നമ്മൾ വീടുകൾ തോറും നടത്തി വാർഡ് തലത്തിലുള്ള ക്ലസ്റ്ററുകൾ ഉണ്ട്. ഇതൊക്കെ സഹകരിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് മീഡിയ വണ്ണിന്റെ ഒരു അവാർഡും കൂടി നമുക്ക് ഈ അടുത്ത കാലത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകളും അതോടൊപ്പം ജീവിതശൈലി രോഗങ്ങളുടെ നിർണയം ഒക്കെ വളരെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രിതമായ ഒരു വർധനവാണ്. അപ്പൊ ആ രീതിയിലേക്കുള്ള നല്ലൊരു ഇടപെടല് നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന്, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. ആരോഗ്യരംഗത്തോടൊപ്പം തന്നെ വയോജന പരിപാലന രംഗത്ത് അതുപോലെ തന്നെ നവജാത ശിശുക്കളുടെയും പരിപാലന രംഗത്തും ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഈ പഞ്ചായത്തിനെ വയോജന സൗഹൃദമാക്കുന്നതിൽ അത്തരത്തിൽ വയോജന സൗഹൃദ പാർക്കുകൾ അല്ലെങ്കിൽ വയോജന സൗഹൃദ മേളകൾ അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് പഞ്ചായത്തിനെ കൂടുതൽ വയോജന സൗഹൃദമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഓക്കെ, നമ്മളിപ്പം വയോജന സൗഹൃദമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ശിശു സൗഹൃദ പഞ്ചായത്താണ്, ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്താണ്. ഇതൊക്കെ കൊണ്ട് ഇനി വയോജന സൗഹൃദ പഞ്ചായത്താക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ പഞ്ചായത്തിനകത്ത് വയോജന സംഗമം നടക്കുകയാണ്. ഈ വരുന്ന വാർഷിക പദ്ധതിയിൽ കൂടി ഏറ്റവും നല്ല ഒരു നല്ല പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് വയോജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സായംപ്രഭ ഹോം പകൽ വീട് ആരംഭിച്ചിട്ടുള്ള പഞ്ചായത്താണ്. അവിടെ പകൽ സമയങ്ങളിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന പ്രായമായവരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പകൽ വീട് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. നന്ദി ശ്രീധന്യ. ബേഡോടുക്ക പഞ്ചായത്ത് സംരംഭക രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും വയോജന സൗഹൃദ ശിശു സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിലുമെല്ലാം വലിയ രീതിയിൽ നേട്ടം കൈവരിച്ച ഒരു പഞ്ചായത്താണ്. കാസർഗോഡ് ജില്ലയിലെ ബേഡോടുക്ക പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് ശ്രീധന്യ പങ്കുവച്ചത്.